ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാൻ കുറേയായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സും എൻ്റെ കോളേജ് ഡേയും അതൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ബ്രഷ് ചെയ്തു. പിന്നെ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബുക്സ് ഉണ്ടോ, എന്തൊക്കെ വേണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കും പെൻസിൽ അതൊക്കെ ഒന്ന് എടുത്ത് റെഡി ആയിട്ട് വെച്ച്. എപ്പോഴും നമ്മൾ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ബാഗ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക, എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല. പണ്ടത്തെ പോലെ സ്കൂളിലേക്ക് പോകുന്ന പോലെ അല്ല കോളേജ്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടിരിക്കണം. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള കാര്യമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല പെന്നുണ്ടോ പെൻസിലുണ്ടോ. അതിലേക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ കോളേജിലേക്ക് കൊണ്ടുപോകാം. പിന്നെ പ്രോപ്പറായിട്ട് നല്ല വെള്ളം കുടിക്കണം. ലഞ്ചിക്ക് വേണ്ടിയിട്ട് ടിഫിൻ ബോക്സ് വീട്ടിൽ തന്നെ കൊണ്ടുപോകണം. ഇനി കോളേജ് സ്റ്റാർട്ടാവുന്നവർക്കും ഇനി കോളേജിലേക്ക് പോകുന്നവർക്കും വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇപ്പം ഭയങ്കര മഴയൊക്കെയാണ്. പിന്നെ മഴയുണ്ട്, കോളേജിലേക്ക് പോകാൻ പറ്റില്ല, പനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസാണ് ഷോർട്ടേജ് ആകുന്നത്. മാക്സിമം നിങ്ങൾ കോളേജിലേക്ക് പോവുക, പ്രോപ്പറായിട്ട് പഠിക്കുക. നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സ്ട്രഗിൾസൊക്കെ ചെയ്താലേ മേലിൽ എത്താൻ പറ്റും. അതുകൊണ്ട് ഈ സമയത്ത് ഇരുന്ന് പഠിക്കുക. 24 അവർ ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പഠിക്കുക ഇതാ എന്നല്ല പറഞ്ഞത്. ചിലതിന് ചില ടൈമുണ്ട്. ഇന്ന സമയത്ത് പഠിക്കണം, ഇന്ന സമയത്ത് എൻജോയ് ചെയ്യണം, ഇന്ന സമയത്ത് നമ്മൾ കോളേജിലായിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകണം, എല്ലാം വേണം. അതിൻ്റെ കൂടെ പഠിപ്പിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. പറഞ്ഞ് എൻ്റെ 2 പീരീഡ് കഴിഞ്ഞു. പിന്നെ ലഞ്ച് ടൈമാണ്. അങ്ങനെ പുറത്ത് ഷോപ്പിലേക്ക് പോയിട്ട് ലേസ് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. ഇത് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ലഞ്ചാണ്. പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ കോളേജിൽ സ്പേസ് ഒന്നുമില്ല. നമ്മളൊരു ചെറിയ കുഞ്ഞ് സ്പേസ് കണ്ടുപിടിക്കുക, മുസല്ലിടുക, നിസ്കരിക്കുക. നിസ്കാരം നമ്മൾ നല്ല രീതിക്ക് ഫോളോ ചെയ്യണം. പിന്നെ കോളേജ് ആകുമ്പോൾ എല്ലാവരുടെ കോളേജിൽ സൈഡിൽ കിടക്കുന്ന ഒരു സാധനമാണ് ലൈബ്രറി. അവിടത്തേക്ക് അങ്ങനെ ആരും പോകില്ല, സ്റ്റുഡൻസ് അങ്ങനെ ആരും പോകില്ല. കാരണം ബുക്ക് വായിക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് പറയാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയാം, കോളേജിൽ നമ്മുടെ മുമ്പിൽ ഒരു ലൈബ്രറി ഉണ്ട്. അത് നമ്മൾ മിസ് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ വലിയൊരു റിഗ്രറ്റ് ആയിട്ടുണ്ടാവും. കാരണം ഈ ടൈമിൽ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇഷ്ടപ്പെടുന്ന ബുക്കൊക്കെ എടുത്തൊന്ന് റീഡ് ചെയ്യുക. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആൻഡ് റിലീഫ് ആക്കാം. ഈ പറയുന്ന ലൈബ്രറിക്ക് ഡെയിലി പോയിട്ട് റീഡ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. വീക്കിലി 1 ഡേ എങ്കിലും പോയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല സമാധാനം ഉണ്ടാവും. അങ്ങനെ സംസാരിച്ച് എൻ്റെ ലഞ്ച് പീരീഡ് കഴിഞ്ഞു. നിസ്കരിച്ച് ലൈബ്രറിയിലേക്ക് പോയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇന്ന് 2:30 വരെയാണ് ക്ലാസ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിമാർട്ടിലേക്ക് പോയി. ഡെയിലി 2:30 3:30 അങ്ങനെയൊന്നുമില്ല. 1 ഡേ 2:30 ആണെങ്കിൽ പിറ്റേ ദിവസം 3:30 ആയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഫ്രീ ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തിട്ട് മോളിലേക്ക് ഡിമാർട്ടിലേക്കൊക്കെ പോകും. ആവശ്യമുള്ള സാധനമൊക്കെ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇങ്ങനെയൊന്നും വരില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ. പിന്നെ നമുക്ക് കോളേജൊക്കെ കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കേ വരാൻ പറ്റില്ല. കാരണം പിന്നത്തെ കാര്യം പിന്നെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ എൻജോയ് ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക. അങ്ങനെ ഡിമാർട്ടിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. ബില്ല് കൊടുത്തിട്ട് ചീസ് പോപ്കോൺ എടുത്തിട്ട് നമ്മൾ നേരെ ബേക്കൽ ഫോർട്ട് ബീച്ചിലേക്ക് പോയി. അവിടെ പോയിട്ട് അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് റിലാക്സ് ആയിട്ട് അവിടെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അതൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് മാക്സിമം വന്ന പാടെ ഫോൺ നോക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാനാണ് നോക്കുന്നത്. എനിക്കിപ്പോൾ പിന്നെ കുറേ എഴുതാനുണ്ടായിരുന്നു. കാരണം ഞാൻ 1 വീക്ക് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ കുറേ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പഠിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല. കാരണം 4-5 നോട്ട് ബുക്ക് എൻ്റെ ഇൻകംപ്ലീറ്റ് ആണ്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ട്. നന്നായിട്ടൊരു ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് പഠിക്കണം, നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ടൈമിൽ മാക്സിമം പഠിക്കാൻ നോക്കാം. പിന്നെ ഇതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. റിസൾട്ട് വരുമ്പോൾ പിന്നെ കരയേണ്ട അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ പഠിക്കുക. പിന്നെ ഈ ഒരു ജനറേഷനിൽ ഫോണും ലാപ്ടോപ്പ് TV ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് പഠിക്കാൻ ഒരു സമയം ഉണ്ടാവില്ല. നമുക്ക് പഠിക്കണമെന്നുള്ള ഒരു മോട്ടിവേഷൻ പോലും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു സ്റ്റഡി വ്ളോഗ് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ഡു ദ കമൻറ്റ്. നീ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ലൊരു പഠിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ നല്ല പഠിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം, നല്ലൊരു നിലയിൽ എത്തണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എന്താഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മാത്രം പോരാ, നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ നമ്മൾക്ക് വേണ്ടി ചെയ്തു വെക്കുക. അത് ഫ്യൂച്ചറിൽ നല്ല യൂസ്ഫുൾ ആവും.
പിന്നെ പകുതി ആൾക്കാരും എക്സാമിൻ്റെ തലേന്ന് ദിവസമായിട്ടുണ്ടാവും പഠിക്കുക. അത് നിപ്പിക്കുക. കാരണം എക്സാമിൻ്റെ തലേന്ന് ദിവസം പഠിച്ചാൽ നമുക്കെല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ല. ഇപ്പം തന്നെ ഓരോന്ന് പഠിച്ചു വെച്ചാൽ എക്സാമിൻ്റെ തലേന്ന് ദിവസം അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ എക്സാമിൻ്റെ തലേന്ന് ദിവസം സ്റ്റാർട്ട് ചെയ്താൽ നമുക്കത് ഒന്നും ഓർമ്മയിൽ കാണില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിൻ്റെ തലേന്ന് ദിവസം തുറക്കുമ്പോൾ പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്നെ പോലത്തെ +2 ആർട്സ് എടുത്തിട്ട് ഡിഗ്രിക്ക് BBA എടുത്തവർക്ക് നല്ലോണം ടഫാവും ഈ അക്കൗണ്ട്സ്, ബിസിനസ്സൊക്കെ. ഈ അക്കൗണ്ട്സിൽ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്ന് സോൾവ് ചെയ്യാൻ അറിയാത്തവർക്ക് മാം ഡെയിലി ഓരോരോ പ്രോബ്ലം എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ബുക്കിന് കോളേജിൽ ഇട്ട് വരരുത്. കാരണം നമുക്ക് അന്ന് കോളേജിലെടുത്തൊരു പ്രോബ്ലം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് അറിയാത്തതൊക്കെ ChatGPTനോട് ചോദിച്ച് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോരോ പ്രോബ്ലം ഓരോരോ ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അക്കൗണ്ട്സ് ഭയങ്കര ടഫാണ്. എങ്ങനെ ടഫ് ആവാതിരിക്കും? നമ്മുടെ ബുക്ക് കോളേജിൽ എക്സാമിൻ്റെ തലേന്ന് ദിവസം വന്ന് തുറന്ന് നോക്കി എന്തും മനസ്സിലാവാനാണ്. അതുകൊണ്ട് മാം ഓരോ ദിവസം എടുക്കുന്ന പ്രോബ്ലംസ് അന്നത്തെ ദിവസം തന്നെ വീട്ടിലേക്ക് വന്നിട്ട് ChatGPTനോട് ഡിസ്കസ് ചെയ്തിട്ട് പഠിച്ചാൽ നമുക്ക് എക്സാമിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കണമെന്ന് പറയുന്നില്ല. എന്നെപ്പോലെ ക്ലാസ് കഴിഞ്ഞ് നിസ്കരിച്ച് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് പഠിക്കാനുള്ളത് പഠിക്കുക, എഴുതാനുള്ളത് എഴുതുക. അപ്പോൾ തന്നെ നമുക്കിതൊരു പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിട്ടുണ്ടാവും. സോ ഫൈനലി അങ്ങനെ എൻ്റെ 2 നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഇരുന്നിട്ട് എഴുതിയത് കൊണ്ട് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും എനിക്കിപ്പോൾ കംപ്ലീറ്റ് ആവില്ലായിരുന്നു. പിന്നെ 2-3 ബോയിൽഡ് എഗ്ഗ് കഴിച്ചു. നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യമായാലും. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇപ്പം തന്നെ നല്ല രീതിക്ക് നോക്കിയാലേ നമുക്ക് പഠിക്കുമ്പോൾ നല്ലൊരു ഫോക്കസ് കിട്ടും. മാക്സിമം നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഡെയിലി നമ്മൾ 1.5 ലിറ്റർ വാട്ടർ കുടിക്കുക. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും 2 ബോയിൽഡ് എഗ്ഗ് കഴിക്കുക, ബനാന കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഹെൽത്തി ഫീലൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുറേ ഗേൾസ്ക്ക് ജിമ്മിലേക്ക് പോകണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ വീട്ടിൽ നിന്ന് വിടില്ല. അങ്ങനത്തെ ആൾക്കാർ വീട്ടിലിരുന്നിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിൽ. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാനും പറ്റും. നമ്മളും സ്ട്രോങ് ആയിട്ടുണ്ടാവണം, നമ്മുടെ ഹെൽത്തും സ്ട്രോങ് ആയിട്ടുണ്ടാവണം, നമ്മുടെ മൈൻഡും സ്ട്രോങ് ആയിട്ടുണ്ടാവണം. ആ രീതിക്ക് നമ്മൾ ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇന്ന് എനിക്ക് അത്ര വിശപ്പില്ലായിരുന്നു. കാരണം ഞാൻ ഇന്ന് പുറത്തുനിന്ന് കുറച്ച് സാധനമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബോയിൽഡ് എഗ്ഗും പിന്നെ ബനാന ബ്രെഡൊക്കെ കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പൊതുവേ ചോറും കറിയാണ് കഴിക്കുന്നത്. ഇന്ന് പിന്നെ എനിക്കത് വിശപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ കഴിച്ചത്. ബ്രെഡിൻ്റെ ഒപ്പം ന്യൂട്രലയും ബനാനയും ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്തു. ഞാൻ കോളേജ് വിട്ട് വന്നിട്ടാണ് എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ റൂം മൊത്തം മെസ്സാക്കി വെക്കും. പിന്നെ വന്നിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി, ക്ലൈമറ്റൊക്കെ ചേഞ്ചായി. ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടെൻഡർ കോക്കനട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-3 ടെൻഡർ കോക്കനട്ട് ആക്കിയിട്ട് എടുക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ടെൻഡർ കോക്കനട്ടിന് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടെൻഡർ കോക്കനട്ട് ജ്യൂസിൻ്റെ അതേ അളവിൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കോക്കനട്ടിൻ്റെ ഓട്ടറും പിന്നെ ചൈന ഗ്രാസും ഇട്ടിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. ഇതിനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ വ്ളോഗിൽ ഒരു റെസിപ്പി എങ്കിലും വേണമെന്ന് വെച്ചിട്ട് ഞാനൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തത്. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് ഖുറാനൊക്കെ ഓതിയതിനു ശേഷം ഞാൻ ഇന്ന് ഈവനിങ് എഴുതിയ അക്കൗണ്ട്സ് നോട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുകയാണ്. അക്കൗണ്ട്സിൽ ഇപ്പം തന്നെ കുറേ പ്രോബ്ലംസ്, തിയറീസ് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈവനിങ് എഴുതിയത്. അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുന്നതാണ്. വി ഹാവ് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ വിത്ത് ChatGPT, Gemini, Google ആൻഡ് മോർ. സോ ഡോണ്ട് മിസ്ഡ് ഔട്ട്. അങ്ങനെ നൈറ്റ് നമ്മൾ ഡിന്നർ കഴിച്ചു, TV നോക്കി. എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.